മെയ് 4-ന് ഫലം വരുമ്പോൾ സംസ്ഥാനത്ത് UDF തരംഗം മാഞ്ഞടിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എക്സിറ്റ് പോളുകൾ കൂടി വന്നതോടെ UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലേക്ക് വഴിമാറിയപ്പോൾ ഇടതുപക്ഷ ക്യാമ്പും മൂകതയിലാണ്. UDFിലേക്ക് തിരികെ മടങ്ങാനുള്ള അവസരം കളഞ്ഞുകുളിച്ചതിൽ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം. ഫലപ്രഖ്യാപനത്തോടെ മധ്യ കേരളത്തിൽ തന്നെ തീർത്തും അപ്രസക്തമാവുകയാണ് മാണി ഗ്രൂപ്പ്. ഇത് വലിയ പിളർപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട്. നിലവിൽ ജയിക്കാൻ അല്പമെങ്കിലും സാധ്യത കൽപ്പിക്കുന്നത് 2 സീറ്റുകളിൽ മാത്രമാണ്. ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെടുമെന്ന് എക്സിറ്റ് പോളുകൾ വിധി എഴുതുന്നുണ്ട്. ഇതിനു പുറമെ പാലായിൽ ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന ചിത്രങ്ങളാണ് പുറത്തുവരുന്നത്. ഇതോടെ ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ നിയമസഭയിൽ വെറും 2 MLA-മാർ മാത്രമുള്ള പാർട്ടിയായി ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും മാറും. കയ്യിലുണ്ടായിരുന്ന കോട്ടയം പാർലമെന്റ് സീറ്റ് ജോസഫ് വിഭാഗത്തിന് മുന്നിൽ അടിയറവ് വെച്ചതോടെ തകർച്ച ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. നിലവിൽ കേരള കോൺഗ്രസ് എമ്മിന് മത്സരിച്ച 12 സീറ്റിൽ കയ്യിലുള്ള 5 എണ്ണമെങ്കിലും നിലനിർത്താനായാൽ മാത്രം പോരാ. ചെയർമാൻ ജോസ് കെ മാണിക്ക് പാലായിൽ തട്ടകം ഉറപ്പിക്കുകയും വേണം. പാലായിൽ വീണ്ടും ഒരു തോൽവി സംഭവിച്ചാൽ അത് കേരള കോൺഗ്രസ് എമ്മിലെ ആഭ്യന്തര ബലാബലത്തിൽ നിർണായകമാകും. പാർട്ടി തീരുമാനിക്കും മുൻപേ പാലായിലെ സ്ഥാനാർത്ഥി ജോസ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ നടപടി ജോസിനെ സ്നേഹിക്കുന്നവർക്ക് അമർഷമുണ്ടാക്കിയിരുന്നു. ജോസ് പക്ഷേ റോയിയോട് മൃദു സമീപനമാണ് സ്വീകരിച്ചത്. അതൊരു കലഹ സാധ്യത ഒഴിവാക്കുകയും ചെയ്തു എങ്കിലും ഇപ്പോഴും പ്രതിസന്ധി പുകഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. പാർട്ടിയിലെ ശാക്തിക തുലനാവസ്ഥ നിലനിർത്താൻ 2 പേരും ജയിക്കണമെന്ന അവസ്ഥയാണ് മുന്നിലുള്ളത്. ജോസും റോഷിയും കടുത്ത മത്സരമാണ് നേരിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ഉറപ്പുള്ള സീറ്റ് കാഞ്ഞിരപ്പള്ളി മാത്രമാണ്. റാന്നിയിലും നേരിയ ജയസാധ്യത കാണുമ്പോൾ പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ തോൽവിയുണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകൾ വിധി എഴുതുന്നുണ്ട്. കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ജീവനും ഊർജവും നൽകിയാണ് KM മാണി വളർത്തിയെടുത്തത്. എന്നാൽ ഇന്ന് നിലനിൽപ്പ് ആകെ നഷ്ടമായ അവസ്ഥയിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നിൽക്കുന്നത്. ഇടതുമുന്നണിക്കൊപ്പം ഭരണ സാന്നിധ്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് മാത്രമാണ് കേരള കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും ആശ്വാസം. നിലവിൽ കോട്ടയം ലോക്സഭാ സീറ്റിൽ ജോസഫ് ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF വിജയിച്ചു. പാലാ നഗരസഭയും UDF ആണ് ഭരിക്കുന്നത്. സ്വന്തം പേരിൽ കൊട്ടിയാഘോഷിച്ചുകൊണ്ട് നടന്ന പാലാ നിയമസഭാ മണ്ഡലവും UDFിനോടൊപ്പമാണ് നിലവിൽ നിൽക്കുന്നത്. മാണി ഗ്രൂപ്പ് UDFിൽ ഉണ്ടായിരുന്നപ്പോൾ കയ്യിൽ വെച്ച് അനുഭവിച്ച ഒരു സ്ഥാനമാനങ്ങളും നിലവിൽ അവർക്കൊപ്പം ഇല്ല എന്ന് തെളിയിക്കാനാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. KM മാണി മരിച്ചിട്ട് 7 വർഷം പിന്നിട്ടിരിക്കുകയാണ്. മാണിക്ക് പാലായിൽ സ്മാരകം ഒരുക്കുമെന്ന് അന്ന് ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും സ്മാരകത്തിന് തറക്കല്ലിടാൻ പോലും ജോസിനും കൂട്ടർക്കും സാധിച്ചിട്ടില്ല. ഇതോടെ പാർട്ടിക്കുള്ളിൽ വലിയ അമർഷം പുകഞ്ഞു തുടങ്ങിയിരുന്നു. പിന്നാലെയാണ് UDF പ്രവേശനം ചർച്ചയായത്. ഇതോടെ ജോസ് കെ മാണി UDFിന് കൈകൊടുക്കാൻ സമ്മതിച്ചുവെങ്കിലും റോഷി അഗസ്റ്റിൻ അടക്കമുള്ള നേതാക്കൾ വട്ടം നിൽക്കുകയായിരുന്നു. 2020 മെയ് മാസത്തിലാണ് ജോസ് കെ മാണിയും കൂട്ടരും LDFിൽ ചേർന്നത്. ഇതിന് പിന്നാലെ സ്മാരകം നിർമ്മിച്ച് ഞെട്ടിക്കുവാൻ ജോസ് കെ മാണി ഇറങ്ങിയെങ്കിലും സർക്കാരിൽ നിന്ന് കാര്യമായ പിന്തുണ ലഭിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ കാലം ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ് KM മാണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ മന്ത്രിസഭയിൽ അംഗമായിരുന്നു അദ്ദേഹം. ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായ വ്യക്തി എന്ന റെക്കോർഡും ഇന്നും KM മാണിക്ക് സ്വന്തമാണ്. മന്ത്രിയായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കാലം ധനവകുപ്പും, അതായത് 11 വർഷം 8 മാസം, പിന്നീട് നിയമവകുപ്പും, അത് 21 വർഷം 2 മാസവും കൈകാര്യം ചെയ്തുവെന്ന ഇനി തകർക്കാൻ സാധ്യതയില്ലാത്ത നേട്ടവും സ്വന്തമാക്കിയാണ് KM മാണി മൺമറഞ്ഞത്. അക്കാലത്ത് UDFിന്റെ അവസാന വാക്കായിരുന്നു KM മാണി. അതേ മാണി ഗ്രൂപ്പ് ഇന്ന് LDFിൽ അരികുവൽക്കരിക്കുമ്പോൾ പാർട്ടിയെ ഒരു പിളർപ്പും തുറച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ റോഷിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം LDFിൽ ഉറച്ചു നിൽക്കുമ്പോൾ ജോസ് കെ മാണിയും പാർട്ടിയും UDFിൽ എത്തുമെന്നത് ഉറപ്പാണ്. പാല സ്വന്തമായി പതിച്ചു കിട്ടുന്ന ഏത് നീക്കത്തിനോടും ഇനി ജോസ് കെ മാണിക്ക് സരസപ്പെടാതെ തരമില്ല എന്നതാണ് വാസ്തവം. മെയ് 4-ന് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ചില ചർച്ചകൾക്കും മാണി ഗ്രൂപ്പ് സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ട്.